സാധ്യമായാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ലബനാനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. നാളെ മന്ത്രിസഭ ചേരുന്നുണ്ട്. മന്ത്രിസഭയിൽ മറ്റുള്ളവർ എതിർപ്പറിയിച്ചാൽ ഈ തീരുമാനം മാറ്റാനിടയുണ്ടോ? നാളത്തെ മന്ത്രിസഭാ യോഗം അത് എത്രത്തോളം നിർണായകമാണ്? ദിവ്യ, എല്ലാ അർത്ഥത്തിലും നാളത്തെ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമാണ്. ഇന്ന് രാത്രി നടക്കുന്ന വിവിധ തലങ്ങളിലുള്ള കൂടിയാലോചനകളും അത്ര തന്നെ പ്രധാനമാണ്. കാരണം ചില കാര്യങ്ങളിൽ വിയോജിപ്പ് തൻ്റെതായ നിലക്ക് നെതന്യാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യമാണ് ഇപ്പോൾ ലബനാൻ സർക്കാരുമായി അമേരിക്കൻ പ്രതിനിധി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തത വരികയാണെങ്കിൽ നാളെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്ന് ഒരുപക്ഷെ ഈ വെടിനിർത്തലിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് ഇസ്രായേൽ പാർലമെന്റും ഈ ഒരു കരാറിന് അംഗീകാരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2.5 മാസത്തോളമായി തുടരുന്ന ലബനാൻ വെടിനിർത്തൽ, ഈ ലബനാൻ യുദ്ധം എന്നത് ഒരു അവസാനത്തിലേക്ക് നീങ്ങും. പക്ഷേ എത്ര കണ്ട് ഇത് പ്രായോഗികമായിട്ട് വിജയിക്കുമെന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. കാരണം അത്രയും ഭിന്നത ഈ ഘട്ടത്തിൽ പോലും ഈ രാത്രിയിലും നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനം. പക്ഷെ അല്പം മുമ്പ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ബൈഡൻ വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള തിരക്കിട്ട ചില നീക്കങ്ങൾ തുടരുന്നു എന്നാണ്. അത് വിജയിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഹമാസ് ഓസ്റ്റിൻ ഇപ്പോഴും ഇസ്രായേലിലും അതോടൊപ്പം തന്നെ ലബനാൻ നേതാക്കളുമായി കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൊരു വ്യക്തതയിലേക്ക് വരിക. ഹിസ്ബുല്ലയുമായിട്ട് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ലബനാൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ട് എന്നാണ് ലബനാൻ സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സെപ്റ്റംബർ പകുതിയോടുകൂടി ആരംഭിച്ച ഈ ലബനാൻ യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ തിരക്കിട്ട ചില നീക്കങ്ങൾ നടത്തുമെന്നാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നീക്കം അമേരിക്കയോടൊപ്പം തന്നെ ഫ്രാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആദ്യം ലബനാനിലെ യുദ്ധത്തിന് വിരാമം കുറിക്കുക, തുടർന്ന് ഗസ യുദ്ധത്തിനും അവസാനം കുറിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇതൊക്കെ എത്ര കണ്ട് വിജയിക്കുമെന്നത് നെതന്യാഹുവിൻ്റെ നിലപാടിനെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ ഗസയുടെ കാര്യത്തിലും ലബനാന്റെ കാര്യത്തിലുമൊക്കെ ചില വെടിനിർത്തൽ ഘട്ടങ്ങളിലേക്ക്, അത് അന്തിമ ഘട്ടത്തിലെത്തിയ ഒരു സമയത്താണ് നെതന്യാഹു തൻ്റെ കടുംപിടുത്തം കാരണം, തൻ്റെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് കാരണം അതിനെ അട്ടിമറിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലും ആ പ്രതീക്ഷയുണ്ട് എന്നതല്ലാതെ ഒരു പൂർണ്ണതയിലേക്ക് ഇത് എത്തുമോ എന്ന കാര്യം നാളെ നടക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലൂടെ മാത്രമേ വ്യക്തത കൈവരുകയുള്ളൂ. ബെൻഗവീർ അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. കാരണം ഹിസ്ബുല്ലയുമായിട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു വെടിനിർത്തൽ വരികയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ വലിയ പരാജയമാണ്. കാരണം ഹിസ്ബുല്ലയെ പൂർണ്ണമായിട്ട് അമർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ യുദ്ധം തങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഒരു പടി പോലും മുന്നോട്ട് നീങ്ങാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഇപ്പോൾ പോലും തുടരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ യുദ്ധം പാതി വഴിയിൽ വെച്ച് നിർത്തുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന കടുത്ത നിലപാടാണ് ബെൻഗവീറും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ഈ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേരുന്നതിന് മുമ്പ് ഈ കരാറിൽ വ്യക്തത വരുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പോലും ബാക്കിയാവുന്നത്. യെസ് നാസർ, അതോടൊപ്പം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നെതന്യാഹുവിന് ഒരു ഭിന്നത അല്ലെങ്കിൽ എതിർപ്പുള്ളത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഔദ്യോഗികമായിട്ട് നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ അതേസമയം സൈന്യം പിൻവാങ്ങുക എന്ന കാര്യത്തിൽ ഹിസ്ബുല്ല ഉറച്ചു നിൽക്കുകയാണ്. കാരണം പൂർണ്ണമായി തന്നെ ആക്രമണം അവസാനിപ്പിച്ച് സൈന്യം ദക്ഷിണ ലബനാനിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില പുനരാലോചനകൾക്ക് തങ്ങൾ തയ്യാറാകൂ എന്നാണ് ഹിസ്ബുല്ല നേതൃത്വം ലബനാൻ സർക്കാരിനെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രതിനിധിയെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ കരാറിനെ ഇപ്പോൾ പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ കരാറിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലബനാനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. അത് വരികയാണെങ്കിൽ ലിത്താനി നദിക്ക് വടക്കു ഭാഗത്തേക്ക് നീങ്ങാമെന്ന് ഹിസ്ബുല്ല സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ഹിസ്ബുല്ലയുടെ മേധാവി നെയ്യം കാസിമോ മറ്റു ഉൾപ്പെടെയുള്ള നേതാക്കളോ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ചില ചർച്ചകൾ നടക്കുന്നു, ചില കാര്യങ്ങളിൽ പുരോഗതിയുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ നിലപാടിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഇത് മുന്നോട്ട് പോവുക
എന്നാണ് ഹിസ്ബുല്ല മേധാവിയും അതോടൊപ്പം തന്നെ ലബനാൻ സർക്കാരും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്ക വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം രണ്ട് വിഭാഗവും തമ്മിലുള്ള പിന്നെ വിയോജിപ്പുകൾ അത് പരമാവധി ഇപ്പോൾ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ അവ്യക്തത ഒരുപക്ഷെ ഈ രാത്രിയോടുകൂടി തന്നെ അവസാനിക്കുമെന്നാണ് ഏറ്റവും അവസാനം അമേരിക്കൻ പ്രതിനിധി വ്യക്തമാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഇത് ഈ കരാർ ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നോട്ട് പോകും. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ രണ്ടു കൂട്ടരും ഇപ്പോൾ പോലും സന്നദ്ധത അറിയിച്ചിട്ടില്ല. സൈനിക പിന്മാറ്റത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പിന്നെ സന്നദ്ധ അറിയിച്ചെങ്കിൽ പോലും മിസൈൽ ആക്രമണം ഉൾപ്പെടെ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ളവയിൽ പൂർണ്ണമായിട്ടും അത് തടയാൻ അല്ലെങ്കിൽ പിന്നെ അത് നിർത്തിവെക്കാൻ ഒരുക്കമല്ല എന്നൊരു സൂചന തന്നെയാണ് നെതന്യാഹു നൽകുന്നതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും അറിയിക്കുന്നത്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഈ ആക്രമണം തുടരുകയും പിന്നെ വെടിനിർത്തൽ പിന്നെ ഭാഗികമായി മാത്രം നടപ്പിലാവുകയും ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ അതിനോട് ഹിസ്ബുല്ല എത്ര കണ്ട് അനുകൂലമായി പ്രതികരിക്കുമെന്ന കാര്യവും സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയിൽ തിരക്കിട്ട ചില കൂടിയാലോചനകളാണ് നടക്കുന്നത്. അതിൽ വ്യക്തത വരുമോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് നാസർ, നാളെ ലബനാനിൽ ഒരു വെടിനിർത്തൽ കരാർ അതിന് നെതന്യാഹു സമ്മതം മൂളുകയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ അതിന് പിന്നാലെ തന്നെ ഗസയിലേക്കും അതിനുള്ള സാധ്യതകൾ കൂടി തുറന്നെടുക്കുന്ന ഒരു സാഹചര്യം വന്നേക്കാമല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും ആ ഒരു വലിയ പ്രതീക്ഷയാണ് യൂറോപ്യൻ യൂണിയൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇനിയും ഈ ആക്രമണം അല്ലെങ്കിൽ ഗസക്ക് നേരെയുള്ള അതിഭീകരമായിട്ടുള്ള ഈ ആക്രമണം തുടരുന്നത് പല നിലക്കും പിന്നെ ഈ മേഖലയിൽ വലിയ അസ്വാസ്ഥ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തങ്ങളുടെ പോലും യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും താല്പര്യങ്ങൾ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. അത് നടപ്പാക്കുക എന്നത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിനോടുള്ള താല്പര്യം ഈ രാജ്യങ്ങൾക്ക് പിന്നെ മറച്ചു പിടിക്കാനും സാധിക്കുകയില്ല. അങ്ങനെ പല നിലക്കുള്ള സമ്മർദ്ദങ്ങൾക്ക് ഈ രാജ്യങ്ങൾ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലാണെങ്കിൽ ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, താൻ അധികാരത്തിൽ വന്നാൽ യുദ്ധം ആരംഭിക്കാനല്ല, യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കും താൻ നീക്കം നടത്തുക എന്ന്. ജനുവരി 20-നാണ് ട്രംപ് ഔദ്യോഗികമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നെ അധികാരത്തിലെത്താൻ പോകുന്നത്. അതിന് ഒരുപക്ഷെ ആ സമയത്തോടു കൂടി തന്നെ ഗസയിലെ യുദ്ധത്തിനും പിന്നെ ഒരു വിരാമം കുറിക്കണമെന്ന ഒരു നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതൊക്കെയും ഏറ്റവും പ്രധാനമായിട്ട് കിടക്കുന്നത് നെതന്യാഹു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമോ, അല്ലെങ്കിൽ നെതന്യാഹുവിനെ കൊണ്ട് ഈ യുദ്ധവിരാമത്തിന് വേണ്ടി പിന്നെ പ്രേരിപ്പിക്കാൻ എത്ര കണ്ട് സാധിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. കാരണം ഈ രാത്രിയിലും വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് ലബനാന് നേരെ തുടരുന്നത്. അതോടൊപ്പം തന്നെ നൂറുകണക്കിന് മിസൈലുകളാണ് ഇന്നും ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ പതിച്ചത്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ 40 ലക്ഷത്തോളം ജനങ്ങൾ ഒരു ദിവസം പൂർണ്ണമായിട്ടും ബങ്കറുകളിൽ കഴിച്ചുകൂട്ടേണ്ട ഒരു സാഹചര്യം കൂടി വന്നുപെട്ടതാണ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നീക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹിസ്ബുല്ല കൂടുതൽ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇന്നും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യ, നാസറാണ് വിവരങ്ങൾ നൽകിയത്. ശുഭകരമായ വാർത്തകൾ നാളെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലബനാനിൽ അമേരിക്ക മുന്നോട്ട് വച്ച വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു അറിയിപ്പ്, അതായത് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഇസ്രായേൽ മന്ത്രിസഭാ യോഗം ചേരും. ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് നാളെ ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.